ഹായ് ഫ്രണ്ട്സ്, ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും. ഇന്നത്തെ വീഡിയോ നമ്മുടെ കാക്ടക്സും അതുപോലെ തന്നെ സർക്കുലൻസ് പ്ലാന്റ്സിനെ കുറിച്ചാണ് കേട്ടോ. അപ്പോൾ സക്കുലൻറ്റ് പ്ലാന്റ്സ് നമുക്കറിയാം നല്ല ഭംഗിയാണ്, രണ്ട് ചെടിയും കാണാൻ നല്ല ഭംഗിയാണ്. നമുക്ക് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ്സും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ കംപ്ലീറ്റ് കെയറിങ്, അതായത് ഇതിൻ്റെ പോട്ടി മിക്സ്, വാട്ടറിങ്, സൺലൈറ്റ്, പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഫെർട്ടിലൈസർ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഡീറ്റെയിൽ വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൻ ഉണ്ടാകും, ഒന്ന് പ്രസ് ചെയ്താൽ ഓളെന്ന ഓപ്ഷൻ കാണാം. അതുകൂടി ഒന്ന് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന ദിവസം ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും കേട്ടോ. അപ്പോൾ നമുക്കറിയാം പണ്ടൊക്കെ കള്ളിച്ചെടി, അതായത് മുള്ളുള്ള ഒരു കള്ളിച്ചെടി എന്ന് പറയുന്നൊരു ചെടിയായിരുന്നു. പിന്നെ ഇപ്പോൾ അതിൻ്റെ ഒരു ഹൈബ്രിഡ് ഇനത്തിലും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ചെടി മരുഭൂമിയിലൊക്കെ കേട്ടോ മുമ്പ് കണ്ടിട്ടുള്ളത്, ആ കള്ളിച്ചെടിയൊക്കെ. അതുകൊണ്ട് തന്നെ ഈ ഒരു ചെടിക്ക് നമുക്ക് എന്ത് വേണോ, സൺലൈറ്റ് ആവശ്യമാണ്. അപ്പോൾ ഒരു 3-4 മണിക്കൂറുള്ള സൺലൈറ്റ് കിട്ടേണ്ട ഒരു ചെടിയാണ്. ഡയറക്റ്റ് സൺലൈറ്റ് അല്ല ഉദ്ദേശിക്കുന്നത്, എങ്കിലും നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് വന്ന്, അതായത് മരുഭൂമിയല്ലല്ലോ നമ്മളെ നാട്, അതുപോലെ നമ്മുടെ നാട്ടിലുള്ള സമയത്ത് നമുക്ക് അതിന് പറ്റിയിട്ടുള്ള ഏകദേശം ഒരു നല്ലൊരു സൺലൈറ്റ് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ. ഇത് രണ്ട് പ്ലാന്റ്സിനും പറ്റും, അതായത് സക്കുലൻറ്റ് പ്ലാന്റ്സിനും കാറ്റക്സിനും നമ്മൾ കുറച്ച് സൺലൈറ്റ് ആവശ്യമുള്ള ചെടിയാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ വാട്ടറിങ് ആണ് കേട്ടോ. അപ്പോൾ വാട്ടറിങ് എന്ന് പറയുമ്പോൾ കൂടുതൽ വെള്ളം ഒരിക്കലും ഇതിന് ഒഴിച്ച് കൊടുക്കാൻ പാടില്ല. കാരണം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇത് ചീഞ്ഞ് പോകും കേട്ടോ. അപ്പോൾ മുമ്പ് എന്ന് പറയുമ്പോൾ ഒരു 5 വർഷം മുന്നേ ഊട്ടിയിൽ പോയപ്പോൾ എൻ്റെ ഇക്കാൻ്റെ മോൻ എനിക്ക് കൊണ്ടു തന്നിരുന്നു. അപ്പോൾ അന്ന് എനിക്ക് 4 2 സെക്കുലൻറ്റും 2 കാറ്റക്സും കൊണ്ടു തന്നത്. കുഞ്ഞു പോട്ടിലായിരുന്നു ചെടിയുള്ളത്. അപ്പോൾ എനിക്ക് അന്ന് അറിയില്ലായിരുന്നു ഇതിന് എന്തൊക്കെ കെയർ കൊടുക്കണമെന്ന് എനിക്കറിയില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഓവറായിട്ട് വെള്ളം ഒഴിച്ച് അത് ചീഞ്ഞ് പോവുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു സ്ഥിതി. അതുമല്ല ഞാൻ അധികം അകത്ത് വെച്ച്, ഇപ്പോൾ വെളിച്ചൊന്നും കിട്ടാത്ത ഏരിയയിൽ വെച്ചുകൊണ്ട് തന്നെ അത് ചീഞ്ഞ് പോയി. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. പിന്നെ പോട്ട് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നല്ല ഡ്രെയിനേജ് ഹോൾസുള്ള പോട്ട് തന്നെ നമ്മൾ സെലക്ട് ചെയ്യണം. കാരണം ഇതിൻ്റെ ഒരു കുഞ്ഞ് നൈസായിട്ടുള്ള വേരാണ് കേട്ടോ ഇതിനുള്ളത്. അപ്പോൾ പെട്ടെന്ന് തന്നെ വേര് ചീഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ നമ്മളിതിന് നല്ല ഡ്രെയിനേജ് ഹോൾസുള്ള പോട്ട് തന്നെ സെലക്ട് ചെയ്യണം. അതുകൂടാതെ നമ്മൾ വെള്ളം ഒരിക്കലും കെട്ടി നിൽക്കരുത്. കുറഞ്ഞ അളവിൽ വെള്ളം കൊടുത്താൽ മതി. കാരണം ഈ ഒരു ചെടിക്ക് വെള്ളം ഒബ്സർവ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതായത് വെള്ളം ഇത് ലീഫിലൊക്കെ കുറച്ച് വെള്ളം ഉള്ളത് പോലെയാണ് നമുക്ക് തോന്നുക. വെള്ളം ശേഖരിച്ച് വെക്കാണ്ട് കഴിവുള്ള ചെടി പോലെയാണുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ. ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുത്താൽ നമുക്ക് പണി കിട്ടും. അതുകൊണ്ട് ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട. മൂന്നാമത്തെ ഇതിൻ്റെ പോട്ടി മിക്സാണ്. ഈ ഒരു 2 ചെടിക്കും പോട്ടി മിക്സാണ് കേട്ടോ കറക്റ്റ് ആൻഡിയത്. കാരണം നമുക്ക് വെള്ളം നന്നായിട്ട് വാർന്നു പോകണം. നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ നന്നായിട്ട് വെള്ളം വാർന്നു പോകുന്ന നല്ല എയർ നന്നായിട്ട് വായുസഞ്ചാരമുള്ള നല്ലൊരു പോട്ടി മിക്സാണ് കേട്ടോ നമ്മളിതിന് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് പിന്നെ ഇതിന് ഫസ്റ്റ് തന്നെ നമുക്ക് കുറച്ച് കൊക്കോപ്പിറ്റ് എടുക്കാം കേട്ടോ. കുറച്ചൊരു കൊക്കോപ്പിറ്റ് എടുക്കുക. പിന്നെ കൊക്കോപ്പിറ്റിൻ്റെ ചിപ്സ് ഉണ്ടാകും, അതും നമുക്ക് ആഡ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ചാണകപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കുക. അതുപോലെ നമുക്ക് ഇതിന് പെർലൈറ്റ് ആഡ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്കിതിന് ചെറിയ കരിക്കഷ്ണം ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക. പിന്നെ ബെർമിക്കുലേറ്റ് ഇല്ലെങ്കിൽ നമുക്ക് ക്ലേ ബോക്സ് ബോൾ ഉണ്ട്, ക്ലേ ബോൾ എന്ന് പറഞ്ഞിട്ടുള്ളതുണ്ട്. അപ്പോൾ അത് ഉണ്ടെങ്കിൽ അത് നമുക്ക് ആഡ് ചെയ്യട്ടോ. ഞാൻ ഇതുവരെ ആ ഒരു ക്ലേ ബോൾ വാങ്ങിയിട്ടില്ല. അപ്പോൾ പിന്നെ അത് നല്ലതാണ് കേട്ടോ, ചെടികൾക്ക് നല്ലതാണ്. കാരണം അതിന് വെള്ളം പെർലൈറ്റിനൊക്കെ വെള്ളം വലിച്ചെടുക്കാനോ കഴിവുള്ളത് കൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു പെർലൈറ്റും അതുപോലെ തന്നെ ഒരു കേബോളൊക്കെ നമുക്ക് എന്ത് ചെയ്യും, ക്ലേ ബോളൊക്കെ വലിച്ചെടുക്കും. അതുകൊണ്ട് നമുക്ക് അത് ഇട്ട് കൊടുക്കണം കേട്ടോ. എന്തായാലും നമുക്കിതിൽ മണ്ണ് വേണമെന്നില്ല കേട്ടോ. ഇനിയിപ്പം കുറച്ച് മണൽ ഇട ചെയ്താൽ പ്രശ്നമില്ല. തീരെ മണ്ണ് എന്ന് പറഞ്ഞ സംഭവമേ ഇതിൽ വേണ്ട കേട്ടോ. ഈ ഒരു പോട്ടി മിക്സ് ആണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ കേട്ടോ. എയർ സർക്കുലേഷൻ എന്തായാലും വേണ്ടിയിട്ടുള്ള ചെടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തായാലും ഈ ഒരു ചെടിയിൽ നമ്മൾ എന്തായാലും പെർലൈറ്റ് ആഡ് ചെയ്യണം കേട്ടോ. പെർലൈറ്റ് ആഡ് ചെയ്യണം. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള കൊക്കോ ചിപ്സും കൊക്കോപ്പിറ്റും ഒക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് ഒരു പോട്ടിൽ നമ്മൾ നട്ട് കൊടുക്കുമ്പോൾ നമുക്ക് നമ്മൾ അതിനെ കുഞ്ഞു വേരാണ് ഉണ്ടാകുക. അധികം വേര് താഴോട്ട് പോകാത്ത ചെടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ രീതിയിലാണ് നമ്മൾ നട്ട് കൊടുക്കേണ്ടത് കേട്ടോ. പിന്നെ നമുക്ക് 3 രീതിയിൽ പ്രൊപ്പഗേഷൻ ചെയ്യാൻ പറ്റും. ഒന്ന് ലീഫ് വെച്ചിട്ട് നമുക്ക് പ്രൊപ്പഗേഷൻ ചെയ്യാൻ പറ്റും. നമുക്കിതിൽ ചില സക്കുലൻറ്റ് പ്ലാന്റ്സിനൊക്കെ നമുക്ക് ഇതിലൊക്കെ പൂക്കളുണ്ടാകും. അതിൽ വിത്ത് എടുത്തിട്ട് നമുക്ക് പ്രൊപ്പഗേഷൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ
കട്ടിങ്സ് എടുത്തിട്ട് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ആ രീതിയിലൊക്കെ നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് ഇതിൻ്റെ ഈ ഒരു ചെടി എടുത്തിട്ട് നമുക്കതിൻ്റെ ഓരോ ഇലകളും വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓരോ ഇലകളും ഓരോ ചെടികളായി വരും കേട്ടോ. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ പ്രൊപ്പഗേഷൻ ചെയ്യേണ്ടത്. പിന്നെ വളം കൊടുക്കുന്ന സമയത്ത് നമ്മൾ എന്തായാലും പോട്ടി മിക്സിനകത്ത് കുറച്ച് ചാണകപ്പൊടി എന്തായാലും ആഡ് ചെയ്യണം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ചാണകപ്പൊടി നമുക്ക് വേണം, പിന്നെ കൊക്കോപ്പിറ്റ് വേണം, അതുപോലെ തന്നെ പെർലൈറ്റ് വേണം. പിന്നെ അതുപോലെ തന്നെ പെർലൈറ്റ് ഒരു വളമല്ല കേട്ടോ, ഒരു നാച്ചുറൽ എന്താ പറയുക ഒരു ഇതാണ്. അതായത് തെർമോക്കോൾ എന്നല്ല. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഫുൾ വീഡിയോ ചാനൽ ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവരെന്തായാലും ആ വീഡിയോ ഒന്ന് കാണണം കേട്ടോ. അപ്പോൾ നമുക്ക് എന്താ പറയുക പിന്നെ നാച്ചുറൽ എന്താണ് സ്റ്റോൺ മെറ്റീരിയലാണ് കേട്ടോ നമ്മുടെ പെർലൈറ്റ്. അപ്പോൾ ഇതൊക്കെ ആഡ് ചെയ്തിട്ട് അപ്പോൾ പോട്ടി മിക്സിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വളം കൊടുക്കേണ്ടത് നമ്മൾ ഇതിൻ്റെ ചുവട്ടിൽ എങ്ങനെയെങ്കിലും എന്താ പറയുക നമുക്ക് NPK കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ചാണകപ്പൊടിയൊക്കെ കുറഞ്ഞ രീതിയിൽ ഇട്ട് കൊടുക്കുന്നത് തന്നെ പ്രയാസമാണ്. കാരണം ഇത് നന്നായിട്ട് ഇങ്ങനെ ഈ പോട്ടിലിങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ബുഷിയായിട്ട് വളരുന്ന പ്ലാന്റ്സുകളാണ്. പിന്നെ നമുക്ക് നമ്മുടെ കാക്ടക്സിന് നമുക്ക് കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ആ രീതിയിലുള്ള വളങ്ങളൊക്കെയാണ് നമ്മൾ കൊടുക്കേണ്ടത്. ലിക്വിഡ് വളങ്ങളൊക്കെ കുറഞ്ഞ രീതിയിൽ നമുക്ക് വെച്ച് കൊടുക്കുക. അതുപോലെ തന്നെ കുറഞ്ഞ രീതിയിൽ നമുക്ക് ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുക. ആ രീതിയിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. പിന്നെ രോഗങ്ങൾ വരിക എന്ന് പറയുന്നത് ഇതിൻ്റെ ഇലകളൊക്കെ ഇങ്ങനെ മഞ്ഞ നിറം അല്ലെങ്കിൽ പഴുത്തിട്ട് കേടാവുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കിയാൽ മതി. വെള്ളം ഓവറായിട്ടാണ് നമ്മുടെ ചെടി കേടാവുന്നത് എന്ന് വിചാരിച്ചാൽ കേട്ടോ. ഇത് നമ്മുടെ പിങ്കിലടിയാണ് ഫസ്റ്റ് കാണിച്ച കേട്ടോ. അപ്പോൾ നമുക്ക് ആ രീതിയിൽ നമുക്ക് വളർത്തിയെടുത്താൽ മതി. അപ്പോൾ നമുക്ക് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് നമുക്ക് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് വളർത്താൻ പറ്റിയ പ്ലാന്റാണ് നമ്മൾ സെക്കുലൻസും അതുപോലെ തന്നെ നമ്മുടെ കാക്ടക്സും കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് വളർത്താൻ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. നല്ല പല മോഡലിലാണ് ഇപ്പോൾ ചെടികളുള്ളത്. അപ്പോൾ ഇതിന് കാര്യമായിട്ട് നോക്കേണ്ടത് നമ്മൾ ഓവർ വാട്ടറിങ് പാടില്ല. വീണ്ടും പറയാണ്, നമ്മളിതിൻ്റെ പോട്ടി മിക്സും അതുപോലത്തെ പോട്ടും ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ, അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റാണ്. ഞാൻ ഇതുവരെ ഇതിൻ്റെ ഒരു വീഡിയോ ഇതുവരെ ചെയ്യാൻ പറ്റില്ല. ഷോർട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം കേട്ടോ. അപ്പോൾ ഞാനിത് നഴ്സറിയിൽ വന്നപ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ചെടികളല്ല. അപ്പോൾ ഇലാ ഗാർഡൻ എന്ന് പറഞ്ഞിട്ട് നഴ്സറിയിൽ നിന്ന് ഞാൻ എടുത്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ എടുത്ത സമയത്ത് ഞാൻ അന്നേരം വിചാരിച്ചിട്ടുണ്ട് ഈ ഒരു സക്കുലൻസ് പ്ലാന്റ്സിൻ്റെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വെച്ചിട്ട് സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ. അതിന് കൂടാതെ എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ പിന്നെ നമുക്ക് നമ്മുടെ കയ്യിലില്ലെങ്കിലും നമുക്ക് വീഡിയോ ഇടാൻ ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് എവിടുന്നും വീഡിയോ എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ എനിക്ക് ഈറ്റാൻ 2-3 ചെടി കിട്ടിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പിന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും കാര്യങ്ങൾ. നമ്മൾ ഏതൊരു ചെടിയാണെങ്കിലും നമ്മൾ പഠിച്ചിട്ട് വളർത്തണം കേട്ടോ. നമുക്കറിയാതെ വളർത്തിയിട്ടാണ് അന്ന് എനിക്ക് സംഭവിച്ചത്. നമുക്കിപ്പോഴും അറിയാതെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു പോകുന്നുണ്ടല്ലേ. പിന്നീട് നമ്മൾ ആലോചിക്കുക അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യേണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ പിന്നീട് ആലോചിക്കുക അല്ലേ. അപ്പോൾ അതുപോലെയാണ് നമ്മൾ പ്ലാന്റ്സ് ആണെങ്കിലും നമ്മൾ നല്ല രീതിയിൽ കെയർ ചെയ്യണം കേട്ടോ. കെയർ ചെയ്യാത്ത കുറച്ച് ചെടികളുണ്ടെങ്കിൽ കൂടുതൽ ചെടികൾ നമുക്കറിയാം. ഇൻഡോർ പ്ലാന്റ്സിന് പ്രത്യേകിച്ച് നമ്മൾ നന്നായിട്ട് കെയർ ചെയ്യേണ്ട ചെടികളാണ്. അപ്പോൾ ഈ സെക്കുലൻറ്റ് പ്ലാന്റ്സും കാക്ടക്സിനും നമ്മൾ നല്ല പോട്ടി മിക്സ് കൊടുത്തത്. ഇപ്പോൾ പോട്ടി മിക്സ് ഒക്കെ നേഴ്സറിയിൽ തന്നെ കിട്ടും കേട്ടോ. ഇപ്പോൾ അഗ്ലോണിമ പ്ലാന്റ്സിൻ്റെ പോട്ടി മിക്സ് നേഴ്സറിയിൽ നിന്ന് കിട്ടും. അതുപോലെ തന്നെ ഈ ഒരു സെക്കുലൻറ്റ് പ്ലാന്റ്സിൻ്റെ കാക്ടക്സിൻ്റെ പോട്ടി മിക്സ് ഒക്കെ നേഴ്സറിയിൽ അവൈലബിൾ ആണ് കേട്ടോ. കുറഞ്ഞ പൈസക്കൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ കുറച്ച് ഇത് മതി കേട്ടോ. അതിന് ചെറിയ പോട്ടിലാണ് നമ്മൾ വെക്കുക. നമുക്ക് വലിയ പോട്ടിലേക്ക് വെക്കാം, നല്ല ഭംഗിയിൽ വെക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് രീതിയിലാണ് വെക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇതുവരെ ഇടുന്ന വീഡിയോസൊക്കെ എല്ലാവരും സ്വീകരിക്കാറുണ്ട്. കുറച്ച് ലെങ്ത്ത് കൂടിപ്പോയോ എന്നൊരു സംശയമുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഏതെങ്കിലും പ്ലാന്റ്സിനെ കുറിച്ച് അറിയണമെങ്കിൽ ആ പ്ലാന്റ്സിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കെയറിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് എനിക്കൊരു കമൻറ്റ് വന്നു, 10 മണി ചെടി എങ്ങനെയാണ് ഇതുപോലെ പൂക്കൾ ഉണ്ടാകുക എന്നൊക്കെ പറഞ്ഞിട്ട്. 10 മണി ചെടീൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് അവർ കണ്ടിട്ടുണ്ടാവില്ല. പുതിയ സബ്സ്ക്രൈബേഴ്സ് വരുമ്പോൾ അവർ കാണുന്നുണ്ടാവില്ല. ഇനി അതിൻ്റെ ഒരു വീഡിയോ അടുത്ത് പ്രതീക്ഷിക്കട്ടോ.